ടോളറൻസ് ഉണ്ടാവണം നമുക്ക്, അല്ലേ? ഞാനാണെങ്കിൽ അവരെ വീട്ടിൽ കയറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ കൈയടിച്ചെല്ലാവരും, അല്ലേ? അതാണ് സമൂഹം. അതാണ്. അതായത് പ്രകൃതി വിരുദ്ധമായൊരു കാര്യമാണ്. പ്രകൃതിക്കൊരു നിയമമുണ്ട്. ആ നിയമം എങ്കിലും പാലിക്കാൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ്, എങ്കിലും പാലിക്കാൻ. അപ്പോൾ അതിനേക്കാൾ താഴേക്ക് പോകുമ്പോൾ പ്രകൃതി വിരുദ്ധം മാത്രമല്ല, മനുഷ്യത്വരഹിതം കൂടിയായിട്ട് വരും അത്. പക്ഷേ എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ തിന്മകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരുടെ അപ്ലോസ് കിട്ടും, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷെ മനുഷ്യൻ്റെ മനസ്സാക്ഷിയിൽ തന്നെ ഉണ്ട് ഈ സംഭവം. എന്താണത്? അത് പ്രകൃതി വിരുദ്ധമായ ഒരു കാര്യമാണ്, മനുഷ്യത്തെ അപമാനീകരിക്കേണ്ട ഒരു വിഷയമാണ്, മനുഷ്യൻ്റെ മാന്യതയെ കളങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണത്. അപ്പോൾ ചിലപ്പോൾ സഭയിലുള്ള ആൾക്കാർ പോലും ചില സമയത്ത് ഇങ്ങനെയുള്ള മീഡിയയുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ളവർ ചിലപ്പോൾ ദൈവത്തെ മറന്ന് ഇങ്ങനെയൊക്കെ ആൾക്കാരുടെ കൂടെ കൂടും. ഇപ്പോഴത്തെ മാർപ്പാപ്പ പറഞ്ഞു കേട്ടില്ലേ? എന്താ പറഞ്ഞത്? എനിക്ക് രോഗകാര്യങ്ങൾ തിരക്കാതൊന്നും നേരെയില്ല, അതിനല്ല ഞാൻ അഭിഷേകം ചെയ്തിരിക്കണമെന്ന്. എന്ത് വെടിപ്പായിട്ടാണ് പറഞ്ഞത്? ദേവമാർപ്പാപ്പ കയറിയപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് പെസക് പാർട്ടിയുടെ കയറിയിരിക്കണമെന്ന്. ആ നടപ്പും നിപ്പും നോട്ടങ്ങളും പറയാം. അതായത് പറഞ്ഞെന്താണ്? തുളുമ്പാണ് പറഞ്ഞിരിക്കുന്നത്, എന്നെ ഏൽപ്പിച്ച ജോലി സുവിശേഷം ലോകത്തിന് കൈമാറുകയാണ്. അടിപൊളി. അല്ല, ലോക കാര്യങ്ങൾ സെറ്റ് ചെയ്യുകയല്ല, അതിന് വേറെ ആൾക്കാരുണ്ടെന്ന്. അതല്ലേ പറഞ്ഞേ? കാര്യം ആവശ്യമുള്ള പാട്ടിൽ ഇല്ലാത്ത പാട്ടിൽ കൊണ്ടുപോയി ജനങ്ങളെ പക്ഷപാതം വന്ന് ജനങ്ങളുടെ വിഭാഗീയതയിലേക്ക് സഭ ഒരു ഇരയായിട്ട് മാറും. സഭയ്ക്ക് നിഷ്പക്ഷമായിട്ട് സുവിശേഷം കൊടുക്കേണ്ട സമയത്ത് സുവിശേഷം തന്നെ കൊടുക്കണം. അതിനുവേണ്ടിയാണ് പാപ്പാസ്ഥാനം കൊടുത്തിരിക്കുന്നത്. അത് ലിയോ മാർപ്പാപ്പ ശരിക്കും നല്ല വിവേചനത്തോടെയാണ് സംസാരിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? അതായത് ഓരോ അവസരങ്ങളും വരണതും പുതിയ ദൈവസ്നേഹത്താൽ നമ്മളെ ഈശോ അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മൾ ഓരോ ദിവസങ്ങളിൽ നിന്നാണ് നമ്മൾ കൃപയിൽ വളരണത്. ലൂക്കാ 12:32. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. വായിച്ചോ. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം